ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. പരിശുദ്ധമായ ശ്ലീബ പെരുന്നാളിന് ശേഷമുള്ള രണ്ടാമത് ഞായറാഴ്ച. ഇന്നത്തെ ചിന്തകൾക്ക് ആധാരമായ വേദഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങളാണ്. പരീശന്മാരുടെയും സാദൂക്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുള്ള കർത്താവിന്റെ വാക്കുകൾ ശാരീരികമായ വിശപ്പിനുള്ള അപ്പം കരുതാത്തതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ശിഷ്യ സമൂഹത്തെ തന്റെ വാക്കുകളുടെ ആത്മീയ അർത്ഥമെന്താണെന്ന് കൃത്യമായി പ്രബോധിപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് നാം ഈ വേദഭാഗത്ത് കാണുന്നത്. നിയമങ്ങൾക്കും അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശാഠ്യങ്ങൾക്കും മാത്രം പ്രാധാന്യം നൽകി ബാഹ്യമായ പ്രകടനപരമായ ആത്മീയതയ്ക്കും അവിശ്വാസത്തിനും കപടഭക്തിക്കും പ്രാധാന്യം നൽകുന്ന വിഭാഗങ്ങളായിട്ടാണ് പരീശന്മാരെയും സാദൂക്യരെയും ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. തെറ്റായ ഉപദേശങ്ങൾ ഒരു കൂട്ടായ്മയ്ക്കിടയിലേക്ക് കടന്നു വന്നാൽ, നമുക്കിടയിൽ അത് കടന്നു വന്നാൽ ഒരൽപ്പം മതി ഒരു സമൂഹത്തെ മുഴുവനായും വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ, വ്യതിചലിപ്പിക്കുവാൻ, തെറ്റായ പഠിപ്പിക്കലുകളിലേക്ക് അത് കൊണ്ടുപോകുവാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരാകണമെന്ന് തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അല്പവിശ്വാസികളെ എന്നുള്ള വിളിയോടുകൂടിയാണ് ഇതിനെക്കുറിച്ച് ശിഷ്യന്മാരോട് തമ്പുരാൻ പഠിപ്പിക്കുന്നത്. 2 വാക്കുകൾ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 1, തിരിച്ചറിയുന്നില്ലയോ എന്ന്. 2, നിങ്ങൾ ഓർക്കുന്നില്ലയോ എന്നുള്ളത്. തിരിച്ചറിവും ഓർമ്മകളും, ഇത് രണ്ടും ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കിക്കേ. ഈ സഭയോട് ചേർന്ന നാളു മുതൽ ഇന്ന് വരെ നമ്മൾ കേട്ട പ്രബോധനങ്ങൾ, പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങൾ, വായിച്ച് ഗ്രഹിച്ച വേദവചനങ്ങൾ, ദൈവീക വചനങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിലുള്ള നല്ല തിരിച്ചറിവുകൾ നമുക്കുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ജീവിതത്തിൽ ദൈവീക അനുഗ്രഹങ്ങൾ അവന്റെ കൃപകളായി ഒത്തിരി സ്വീകരിച്ച നാം ആ അനുഭവങ്ങളെക്കുറിച്ച് ഓർമ്മകളുള്ളവരാണോ എന്നുള്ളതാണ് ചോദ്യം. അല്പവിശ്വാസികളെ എന്നുള്ള വിളിയിൽ നിന്ന് പൂർണ്ണ വിശ്വാസികളെ എന്നുള്ള നല്ല സാക്ഷ്യത്തിലേക്ക്, ദൈവിക വിളിയിലേക്ക് നയിക്കപ്പെടുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ ഓർമ്മകളും തിരിച്ചറിവുകളും ദൈവവചനങ്ങളെക്കുറിച്ചുള്ള നല്ല ബോധ്യങ്ങളും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.